എന്തായാലും ആ നല്ല കാലാവസ്ഥയൊന്നും ഒത്തിരി നേരം നീണ്ടു നിന്നില്ല കേട്ടോ. അർജുൻ ഓടിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ചെറിയ രീതിയിൽ സ്നോ തുടങ്ങി. വെതറൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പോകാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലതായിട്ട് കൂട്ടാം. റോഡ് ക്ലോസ് അല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയാൽ മാത്രം. ബ്ലാക്ക് ഐസും ഉണ്ടാവേണ്ടിരുന്നത്. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചേഞ്ചിനൊക്കെ ശേഷം നമ്മുടെ അർജുൻ ഭായ് ചാർജ് എടുത്തിരിക്കുകയാണ്. ടെമ്പറേച്ചർ പ്ലസ് ആയതാ, സൂര്യനൊക്കെ ഒന്ന് താഴെ പോയല്ലോ അർജുൻ ഭായ്. സണ്ണൊക്കെ മഴക്കാറാണല്ലോ. മൊത്തത്തിൽ വണ്ടി ഒന്നും ക്ലീൻ ആയനെ അല്ല. കാലിഫോർണിയ ചെല്ലുമ്പോ ആൾക്കാർ അമ്മമാർ ഇത് ഏത് ചെളിക്കുണ്ടിന്ന് പറഞ്ഞാൽ ഓർക്കും. പണ്ട് മറ്റേ ഒരു സെക്യൂരിറ്റി കറമ്പി പറഞ്ഞ ഓർക്കുന്നുണ്ടോ? വല്ലപ്പോഴും ഇതൊന്ന് കഴുകിക്കൂടെന്ന്. അവർക്കറിയില്ലല്ലോ നമ്മൾ എന്തൊക്കെ കടന്നിട്ടാ കയറി വരുന്നത്. എന്തായാലും ആ നല്ല കാലാവസ്ഥയൊന്നും ഒത്തിരി നേരം നീണ്ടു നിന്നില്ല കേട്ടോ. അർജുൻ ഓടിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ചെറിയ രീതിയിൽ സ്നോ തുടങ്ങി. പൊതുവെ വെതർ നോക്കുമ്പോൾ നല്ല കാലാവസ്ഥയാണല്ലോ അർജുൻ പറഞ്ഞേ. വെതറൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പോകാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലതായിട്ട് കൂട്ടാം. അത് തന്നെ സത്യം. ഇവിടെ നല്ല 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു പ്രൊഡിക്ഷൻ. അതാ കുറച്ച് നേരത്തേക്ക് 6 ഡിഗ്രി ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ മാറുമായിരിക്കും. റോഡ് ക്ലോസ് അല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയാൽ മാത്രം. ബ്ലാക്ക് ഐസും ഉണ്ടാവേണ്ടിരുന്നത്. ഇതിന്റെ മുന്നേ ഏതെങ്കിലും ഒരു വെടല പോയി മറിഞ്ഞു. സത്യം. ബ്ലാക്ക് ആണോ അർജുൻ ഭായ്? ചെറുങ്ങനെ ഇച്ചിരി സ്ലിപ്പറേ. ടെമ്പറേച്ചർ എത്രയുണ്ട്? -1. ടെമ്പറേച്ചർ മാറിയും മറിച്ചും കിടക്കും അല്ലേ? മഴയും മഞ്ഞും കാറ്റും. എന്തായാലും നന്നായി. ഹായ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ യാത്രയുടെ 3ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ഉള്ളത് നെവാഡ സ്റ്റേറ്റിലെ ഫേൺലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. നമ്മുടെ ഡെലിവറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് ലിവർമോറിൽ, കാലിഫോർണിയയിൽ. അറിയാലോ,
നമുക്ക് ഇവിടുന്ന് ഏകദേശം 300 കിലോമീറ്ററും കൂടെ ലിവർമോറിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം നേരത്തെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ന്യൂ ഇയർ ആയാറിന് നമുക്ക് അങ്ങനെ വരണ്ടൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരത്തെ ആയ സ്ഥിതിക്ക് വേണ്ട ഫേൺലി നിർത്തി ഒരു കുളിയും ഫുഡ് കഴിയും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 300 കിലോമീറ്റർ നല്ല അടിപൊളി ലേക്ക് ടാഹു എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് ജസ്റ്റ് അവിടെ പോയി റിപ്പൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാലിഫോർണിയയിൽ. അവിടെ ഒരു ലൗസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ട്രക്ക് സ്റ്റോപ്പിൽ പോയി ഇന്ന് പാർക്ക് ചെയ്ത് എടുക്കുക, നാളെ രാവിലെ ഡെലിവറി ചെയ്യുക എന്നുള്ള നമ്മുടെ ഇന്നത്തെ പരിപാടിയുള്ളൂ. ഫേൺലിയിലെ ഈ ലൗസ് എന്ന് പറയുന്ന ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഒരു കിടിലൻ ട്രക്ക് സ്റ്റോപ്പാണ്. ഒരുമാതിരിപ്പെട്ട ട്രക്കേഴ്സ് എല്ലാം ഇൻഡർസ്റ്റേറ്റ് 80 കൂടെ വരുമ്പോഴത്തേക്ക് നിർത്തുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പാണ് ഇത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ 2 വലിയ കുഴലൊക്കെ കണ്ടല്ലോ, ഇത് നെവാഡ സിമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ഫാക്ടറിയൊക്കെ സിമെൻറ്റിൻ്റെ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ട്രാവൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ വളരെ ചെറിയൊരു ചാനലായിരുന്ന സമയത്ത് ഏകദേശം 1000-ഓളം സബ്സ്ക്രൈബേഴ്സേ അന്നുള്ളൂ. അപ്പോൾ ആ സമയത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പല വിധത്തിലുള്ള സജഷൻസും ഒക്കെ മെസ്സേജ് അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട് നാട്ടിൽ. അങ്കമാലിക്കാരനാണ് ആഷിക്ക്. പണ്ട് നമ്മുടെ ചാനലിലൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഗ്രാഫിക്സിലും ആനിമേഷനിലും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ പുള്ളി ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ അയച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇതുപോലെ അയച്ചു തരും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ അടുത്ത് തന്നെ പുള്ളിയുടെ വൈഫ് ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ പുള്ളിയും കഴിഞ്ഞ ദിവസം അവർ വരുന്നത് നോവാസ്കോഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ ഒൻറ്റാറിയോയിലല്ല. സോറി, തണുപ്പുള്ളതുകൊണ്ടാണ് വായിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്നത് കേട്ടോ. 0 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അപ്പം പുള്ളി അവർ ഇപ്പോൾ താമസിക്കുന്നത് നോവാസ്കോഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും എല്ലാവരും ടൊറൻറ്റോയിൽ ലാൻഡ് ചെയ്തിട്ടാണ് കാനഡയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് സാധാരണ ഇതിൽ പോകുന്നത്. അങ്ങനെ പുള്ളി ടൊറൻറ്റോയിൽ ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവേ. നമ്മുടെ ചാനലിൻ്റെ തുടക്കം മുതലേ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറാണ് പുള്ളി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ഇപ്പോഴാണ് പയ്യെ ഒന്ന് റീച്ച് ഉണ്ടായി തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഏകദേശം നമ്മുടെ ചാനൽ തുടങ്ങി 1.25 വർഷത്തോളം നമ്മൾ ഒരു 1000+ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു സമയം മുതലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ട് മെസ്സേജൊക്കെ അയച്ച് നമുക്കിതുപോലെ പല പല കാര്യങ്ങളും ഇന്ന പോലെ ചെയ്യുകയല്ല, ഇന്ന കണ്ടൻസ് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറാണ് പുള്ളി. അതോടൊപ്പം തന്നെ എന്നെ പുള്ളി എനിക്ക് എത്രമാത്രം സ്പെഷ്യൽ ആവുന്നുണ്ട് എന്നുള്ളതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. ആ 2 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ ആ ന്യൂസ് അറിയുന്നത്. എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പം അന്നത്തെ ആ ഒരു സാഹചര്യത്തോടനുബന്ധിച്ചായിരുന്നു ഞാനന്ന് നാട്ടിൽ വന്നത്. ഞാനീ പറഞ്ഞ പോലെ കഷ്ടിച്ച 1000-ഓളം സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കുള്ളൂ. 1000 തികച്ചുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. അപ്പം അന്ന് പുള്ളിയുടെ വീട് അങ്കമാലിയിലാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സബ്സ്ക്രൈബറിൻ്റെ. അപ്പോൾ പുള്ളി അങ്കമാലിയിൽ നിന്ന് വൈഫ് ഒത്ത് അവർ ഫാമിലി ആയിട്ട് എൻ്റെ ഫാദറിൻ്റെ ഫ്യൂണറലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോലെ എത്രയോ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നു, നമ്മളും എത്രയോ പേരുടെ വീഡിയോസ് കാണുന്നു. ആരൊക്കെ അതിലൊരു കമൻ്റ് ഇടുന്നു, അല്ലെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, എനിക്കറിയാം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചാലോ അല്ലെ കമൻ്റ് ഇട്ടാലോ കിട്ടുന്ന റെസ്പോൺസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ബട്ട് എനിവേസ്, നമ്മുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. അന്നത്തെ എന്നാ പറയുന്നത്, നമ്മുടെ വീഡിയോ കണ്ട് ഒരാൾ നമ്മുടെ ഒരു വിഷമത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുത്ത് അങ്കമാലിയിൽ നിന്ന് പിറവം, എൻ്റെ നാട് പിറവാണെന്നറിയാമല്ലോ, അപ്പോൾ പിറവം വരെ വരുകയും എൻ്റെ ഫാദറിൻ്റെ ഫ്യൂണറലിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഹാലിഫാക്സിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് പുള്ളി ഇവിടെ ടൊറൻറ്റോയിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒന്ന് പുള്ളീനെ പോയി കാണണം,
മീറ്റ് ചെയ്യണം. നമ്മുടെ ട്രക്കൊക്കെ ഒന്നുകൊണ്ട് കാണിക്കണം. കാരണം ട്രക്കിൻ്റെയൊക്കെ ഭയങ്കര വലിയൊരു ആരാധകനാണ് പുള്ളി. അപ്പം അതങ്ങനെ ഒന്ന് കണ്ട് പുള്ളിനെ ഒന്ന് നേരിട്ട് നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാമെന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരെ ടൊറൻറ്റോയ്ക്ക് പോവുകയാണേ. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കേണ്ടതുകൊണ്ടും നമ്മുടെ നീനൂസാണ് വണ്ടി എടുക്കുന്നത്. നീനൂസ് റെഡിയാണോ? ഓക്കെ. അപ്പം നമ്മൾ ഒരു പാർക്കിംഗ് ലോട്ടിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മുടെ യാർഡിൻ്റെ തൊട്ടടുത്തുള്ളൂ കേട്ടോ. അപ്പം പുള്ളി ഓൾറെഡി രാവിലെ ടൊറൻറ്റോയിൽ എത്തിയതാണ്. ആഷിക്കിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണുള്ളത്. അപ്പോൾ അവർ ഈ പാർക്കിംഗ് ലോട്ടിൽ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് യാടി പോകാമെന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ട്രക്ക് ഭ്രാന്തനാണ്, അറിയാമല്ലോ. ഭയങ്കര ഒത്തിരി ഡ്രീംസും ഒക്കെ ആയിട്ടാണ് പുള്ളി കാനഡയിൽ എത്തിയിരിക്കുന്നത്. തന്നെയല്ല നമ്മുടെ കണക്ഷനും ട്രക്ക് ഒരു കാരണമാണല്ലോ. നമ്മുടെ ട്രക്ക് ലൈഫൊക്കെ കണ്ട് ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പം പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് നോവാസ്കോഷ്യയിലേക്ക് നാളെ രാവിലെ പുള്ളിയുടെ ഫ്ലൈറ്റ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ യാർഡിലേക്ക് ഒന്ന് കൊണ്ടുപോയി നമ്മുടെ ട്രക്കൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണിച്ച്, കാരണം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാമല്ലോ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ പേര് നാട്ടിൽ നിന്നുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രക്ക് നേരിട്ട് കാണുക, അല്ലെ നമ്മൾ വീഡിയോസ് കണ്ട് മനസ്സിൽ കിടക്കുന്ന ആ ഒരു നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിനെയൊക്കെ മനസ്സിലിട്ട് ആരാധിക്കുന്ന എത്രയോ ആരാധകർക്ക് അതൊന്ന് നേരിട്ട് കാണാനും തൊടാനും അനുഭവിക്കാനും ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പം ട്രക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ പുള്ളി ഒത്തൊരു ഡിന്നർ, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെന്തായാലും ഓൾറെഡി ഇവിടെ വന്ന പാർക്കിംഗ് ലോട്ടി വെയിറ്റ് ചെയ്യുവാണ്. പുള്ളിയും കൂടെ വരട്ടെ. അഷിക് ബ്രോ, വെൽക്കം ടു കാനഡ. ബ്രോ പേര് അബി അല്ലേ? ബ്രോ വീഡിയോ കുഴപ്പമില്ലോ? നമ്മുടെ വീഡിയോയില് ബ്രോനെ ജസ്റ്റ് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ നമ്മുടെ വീഡിയോയുടെ വലിയ സപ്പോർട്ടറാണ് കാര്യങ്ങളാണെന്നൊക്കെ. ജസ്റ്റ് കുഴപ്പമില്ല ബ്രോ. ബ്രോ അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി. വീഡിയോ ഒക്കെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. എങ്ങനെയുണ്ട് നേരിട്ട് കാണുമ്പോഴത്തേക്കും? എന്താ പറയാ വാക്കുകളില്ല. ഒരാഴ്ചയായിട്ട് നമ്മളിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് അനക്കാതെ കിടക്കുക. ഇപ്പൊ 2 ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് ട്രിപ്പ് കാണുള്ളേ. നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചെളിയായിരിക്കും കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. ബാറ്ററി ബാക്കില്ല. 6 വർഷത്തെ സ്വപ്നം അല്ലേ? വാ ബ്രോ. മറ്റേ ബ്രോക്ക് കയറാൻ താല്പര്യമുണ്ടോ? പുള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ വരാൻ ബ്രോ. ഇപ്പുറത്തെ സൈഡിൽ പോരെ. നമ്മുടെ സ്ലീപ്പർ പോകുമ്പോ ഇതെല്ലാം അടച്ചിട്ടിട്ട് പോയി. സാറിന് ക്ലീനിങ് അല്ല, നമ്മള് ട്രിപ്പ് എടുക്കാൻ വരുമ്പോഴാ ക്ലീനിങ് അല്ല. വേറെ ഇതൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇട്ടിട്ട് പോണ പരിപാടിയാ. പുള്ളി സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്ന അർജുൻ. ഞാനിവിടെ. അപ്പൊ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഒരു ഇന്നലെ ഞങ്ങള് കണ്ടായിരുന്നു. ക്രിസ്മസ് അല്ലേ, എല്ലാരും ഈ ഒരാഴ്ചയല്ലേ അവധിയുള്ളൂ. അല്ല ഇതില് അതിപ്പോ ഉണ്ടല്ലോ, അതേ കണ്ടോ എയറിന്റെ ഇത് കണ്ടോ. കാരണം ഇപ്പൊ നിർത്തിയിട്ടിട്ട് ഏകദേശം ഇത് താക്കോലം കിട്ടുക ബ്രോ. ഒന്ന് പയ്യെ തിരിക്കണേ. ഒന്ന് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തോട്ടെ.
കാരണം എയർ ഒന്ന് കയറി കഴിഞ്ഞാലുണ്ടല്ലോ, എയറിലോ ഇത് ഫുള്ള് എയറിലുള്ളതാ. ആ എയർ ഇല്ലാത്തോണ്ടാ അത് താന്നിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തോണേ ഇങ്ങോട്ടേക്കാണോ? ആ ഒന്നും ചവിട്ടണ്ട. എയർ പോയതിൻ്റെ ആണ് സീറ്റ് അഡ്ജസ്റ്റ് ആവാത്തത്. ഇപ്പൊ എയർ നിറയുന്നതിനനുസരിച്ച് ആ പൊങ്ങി വന്നോളൂ. ബ്രോ ആദ്യമായിട്ടാണോ ട്രക്കില്? ബ്രോയുടെ പേര് ഒന്ന് വീഡിയോയിലൊന്ന് പറയാം. അബി അല്ലേ? അബി. ആ ഫിലിപ്പ് അങ്ങ് ചെയ്യുന്നില്ലേ? ആ എയർ നിറയുന്നതിന്റെ ഭയങ്കര സന്തോഷം. വന്ന ദിവസം തന്നെ ആ ഒരു പിന്നല്ല. കാരണം നമ്മൾ അത്രയും ഭ്രാന്ത് പിടിക്കുന്നവർക്ക് കാരണം ഞാൻ വന്നപ്പോഴും ഉണ്ടല്ലോ, ഞാൻ വന്നപ്പോഴും ഇത്രയും ആഗ്രഹിച്ച് വന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 2 വർഷത്തോളം എടുത്തു ട്രക്കൊക്കെ ഒന്ന് കേറി അകത്ത് ഇത് ഒന്ന് കാണാൻ വേണ്ടിട്ട്. അതിന്റെ ആ ബുദ്ധിമുട്ട് എനിക്കറിയാം. കാരണം നമുക്ക് അന്ന് പരിചയമുള്ള ആരും ഇല്ല. പരിചയമുള്ളവരുണ്ടെങ്കിലും ഇതുപോലെ നമ്മുടെ ആഗ്രഹം എത്രയാന്ന് അവർക്ക് മനസ്സിലാവുകയല്ലോ. അത് മനസ്സിലാവുന്ന ഒരാൾക്കല്ലേ കൊണ്ടുവന്ന് കാണിക്കാനും കാര്യങ്ങളൊക്കെ. കാരണം ഇനിയിപ്പോ നാളെ രാവിലെ ബ്രോ ഹാലിഫാക്സിന് പോയാൽ പിന്നെ നമ്മൾ എന്ന് കാണാനാ? എന്ന് വന്നാലും നമുക്ക് സൗകര്യം ഉള്ളപ്പോ നയാഗ്ര പോയി കാണാമല്ലോ. 3 പ്രാവശ്യം 4 പ്രാവശ്യം ചോദിച്ചായിരുന്നു. ഡൗൺ ടൗൺ ഉണ്ട്, നയാഗ്ര ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ട്രക്ക് വേണം, നിങ്ങൾക്ക് ട്രക്ക് മതി. ഒരു ഫീലൊന്നും വേണ്ട. ഇതാണ് നമ്മളെ പീറ്റർബിൽറ്റ്. ഇതൊക്കെ നമ്മുടെ സ്ലീപ്പർ ബ്രോ. സ്ലീപ്പറിലൊക്കെ വന്നിട്ടുണ്ടോ? ഇത് നമ്മുടെ സ്ലീപ്പറിന്റെ അതേ സൗകര്യങ്ങള്. ഇത് വീഡിയോയിലല്ലേ കണ്ടിട്ടുള്ളൂ? വീഡിയോയില് സ്ഥിരം വാച്ചിങ് പോണേന്റെ ആ ഒരു തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പിന്നെ ഡബിൾ ആക്കി ഡബിള്. അപ്പൊ ഡബിളിൽ നമുക്ക് സ്പീക്കറും പിന്നെ നമുക്ക് ലൈറ്റും എല്ലാം രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ താഴത്തെ ആളുടെ ലൈറ്റ്, മുകളിലത്തെ ആൾക്ക് വേറെ അപ്പുറം സെപ്പറേറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിപ്പോ ഒരാൾ മാത്രം കിടക്കുന്ന സമയത്തല്ല, റണ്ണിങ്ങിലൊക്കെ നമുക്കിത്. കഴിഞ്ഞ വീഡിയോയില് യുഎസിൽ കുറച്ച് ഹാൾട്ടിങ് കിട്ടിയില്ല. ബ്രോക്ക് എങ്ങനെയുണ്ട്? ട്രക്ക് ഇഷ്ടപ്പെട്ടോ? ആളല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല. വന്ന വഴിക്ക് കാണുന്ന എല്ലാ ട്രക്കിനെ പറ്റി ഞാൻ പറഞ്ഞു. അത് വൈപ്പർ. കാലിഫോർണിയ. ഈ ഫോട്ടോ എടുക്കലാണേ പണ്ട് ചെറുപ്പത്തില് വെള്ളാങ്കണ്ണി കൊണ്ടുപോയപ്പോ ബസ്സിലിരുന്നത് പോലെ ഒരു ചെറുപ്പത്തിലൊരു ഫോട്ടോ എടുപ്പിച്ചു. എനിക്ക് ബസ്സിൽ ഇരിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ വാശി പിടിച്ചിട്ട് ചെറിയ ഒച്ച ഞാനപ്പ അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് ഇപ്പൊ ഓർമ്മ തന്നെ. ഇതിലിരുന്ന് ഫോട്ടോ എടുക്കുമ്പോ ആ ഒരു ഡ്രീമാണ് ഓർമ്മ തന്നെ. ഇതിലിരുന്ന് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ഇതേ ഒന്നും പറയാനില്ല. അത്ര സന്തോഷം. ഈ സെയിം സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോയതാ. 2 കൊല്ലം ഞാൻ ഇങ്ങനെ റോട്ടിൽ കൂടെ ഓരോ വണ്ടി പോകുമ്പോഴും നോക്കിയേക്കും ഇതൊന്ന് കേറി ഒന്ന് കാണാനെന്ന്. പരിചയമുള്ള ഒരാളുണ്ടല്ലോ ഒന്ന് കേറി ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ കാലത്ത് ഇത്രയും മലയാളി ട്രക്കേഴ്സ് ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇതിലേക്ക് ആൾക്കാർ വരാനുള്ള ഒരു കാരണമായിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മള് വീഡിയോയില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഒന്ന് കിങ് പിന്നും നമ്മുടെ ഗ്ലാഡ് ഹാൻഡ്സ് ഒക്കെ ആഷിഖറോ. അതെ, പാട്ടിച്ചേട്ടന്റെ വീഡിയോ കണ്ട് ഓരോ പാർട്സിന്റെ പേര് പഠിച്ചു. അതായത് ഇവിടുന്ന് നമ്മൾ ഊരി എടുത്തിട്ടാണ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് എയറിൻ്റെത്, ഇത് ഇലക്ട്രിക്കല്. ഞാൻ നാട്ടില് ട്രക്ക് കാണുന്നൊക്കെ നോക്കും, കിങ് പിന്നെ എവിടെ എവിടെ. പക്ഷെ അതിന്റെ ഒക്കെ നോക്കി ഇറങ്ങണേ, സൂക്ഷിച്ചിറങ്ങണേ.
അത്യാവശ്യം ഗ്രിപ്പുണ്ട്. വണ്ടി കണ്ടിട്ട് എങ്ങനെ പോണു? നമ്മുടെ ഈ ഫ്രണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഒരു ബസ്സിന്റെ വീൽ ബേസ് പറയോ? പിന്നല്ല, എനിക്ക് ബസ്സിനെക്കാളും കൂടുതലുള്ള പോലെ ഒരു ഫീലാ. എനിക്ക് ബസ്സിന്റെ ആ ഒരു വലുപ്പം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, അന്ന് നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ബസ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വലുപ്പമാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ലൈൻ ബസ് എന്നുള്ള. ഇതിന്റെ കൂടെ ട്രെയിലറും കൂടി അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ 53യുടെ ട്രെയിലർ. അതായത് പഠിക്കണ സമയത്ത് നമ്മൾ ബാക്കപ്പ് ഒക്കെ ഇടാൻ നേരത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കും, എന്ത് ചെയ്താൽ ഇത് കയറിയല്ല. അന്നേരമൊക്കെ നമ്മൾ മനസ്സിൽ പ്രാന്തായിട്ടുണ്ട്. ഇത് നമ്മുടെ ഐഡിയ ഇപ്പോൾ ഇത്രയും വലിയ സാധനം ഇത് എങ്ങനെ ഇടാവേന്നുള്ളത്. ആ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഓക്കെ, എന്നാൽ നിങ്ങൾ ഫോളോ ചെയ്തോ കേട്ടോ. Cheers. Nice to meet you guys. Health, wealth and happiness. Nice meeting you too. ബ്രോ, അപ്പം ട്രക്ക് കണ്ടിട്ട് ആ ഒരു ഫീൽ ഒന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഫീല് കാനഡയിൽ വന്ന് ഇറങ്ങിയ ദിവസം തന്നെ ആ ഒരു ഡ്രീം വണ്ടിയിൽ വന്ന് ഇരിക്കാൻ പറ്റിയതിൽ അത്ര വലിയൊരു ഭാഗ്യം ഇനി എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. വളരെ സന്തോഷം. ഇപ്പൊ വാണിജ്യേട്ടൻ പറഞ്ഞ പോലെ അല്ല, ആ ഒരു ഡ്രീം അങ്ങനെ ഫസ്റ്റ് തന്നെ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ആ ഒരു വണ്ടിയിൽ വന്നിരിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് സ്റ്റാർട്ടാക്കുക, ആക്സിലേറ്റർ കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഞാനിത് ഷെയർ ചെയ്യട്ടെ. ഞാൻ ഫസ്റ്റ് UK പോയെന്ന് പറഞ്ഞതില്ലേ, അപ്പോൾ ആ സമയത്ത് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ എനിക്ക് UK വിസ 2010 വരുന്നു. ഭയങ്കര ഫുട്ബോൾ ഭ്രാന്തായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് ചെല്ലേണ്ട സ്ഥലം ചെസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള, ഇതെല്ലാം യാദൃച്ഛികമായിട്ടാണ് വരുന്നത് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലബ്ബായിരുന്നു ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ആ ഒരു സമയത്ത് കത്തി നിൽക്കുന്ന, ട്രാൻസ്ഫർ ആയോന്നറിയില്ല റയൽ മാഡ്രിഡ്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തുള്ള എയർപോർട്ട് മാഞ്ചസ്റ്റർ എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോഴത്തേക്കും മാഞ്ചസ്റ്റർ പറഞ്ഞ് കേട്ടിട്ടുള്ള ആ സിറ്റിയിലേക്ക് നമ്മൾ പോകുന്നു. വിമാനത്തിൽ അതിൻ്റെ മുകളിൽ കൂടെ പറക്കുമ്പോഴത്തേക്കും നമ്മൾ കാരണം ഇതൊക്കെ കൂടെ നോക്കണേ ഈ സ്റ്റേഡിയം അവിടെ വല്ല ആണോ. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് എന്നിട്ട് ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുവരെ TV യിലൊക്കെ കണ്ട് പറഞ്ഞ് കേട്ട ആ സ്ഥലം കാണുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ത്രില്ലൊക്കെ സെയിം നമുക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വണ്ടിയിലിരുന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്, എടാ ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ എൻ്റെ അടുത്ത് ചേട്ടാ നിനക്ക് എന്ത് കാണുമ്പോഴാണ് ഇതുപോലെ ഇത് ഭയങ്കര ഒരു ഇത് തോന്നുന്നത്. അപ്പം പറഞ്ഞു ഷിപ്പ് കാണുമ്പോന്ന് പറഞ്ഞു. എടാ അതേ ഫീലാണ് എനിക്ക് ട്രക്ക് കാണുന്നത്. ക്വീൻ മേരി ഒക്കെ കയറി അതിൻ്റെ അകത്തെ കൂടെ അല്ലേ. അപ്പം ബ്രോ പാഷൻ ഫോളോ ചെയ്താണോ ഇത് പഠിച്ച് ആണല്ലേ? ദാറ്റ്സ് ഗുഡ്. എത്ര വയസ്സുണ്ട് ബ്രോയ്ക്ക്? എത്ര വയസ്സുണ്ട്? 27. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ബ്രോയോട് ചോദിക്കട്ടെ. ബ്രോ ഇപ്പോൾ ഷിപ്പ് ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണോ ഇവിടെ നാട്ടില് ബിടെക് നേവൽ ആർക്കിടെക്ട് ആയിരുന്നു. ഓ, ബിടെക് നേവൽ ആർക്കിടെക്ട് ആയിരുന്നു നാട്ടില്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ ഇവിടെ വന്നത്? ഇവിടെ PGക്ക് വന്നത്. പക്ഷെ ഇവിടെ പഠിച്ചത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന്റെ ഇത് പോയില്ല, അത് പഠിച്ചാൽ മനസ്സിലായി അത് പറ്റില്ല നമുക്ക്. പിന്നെ തിരിച്ച് ഇതിലോട്ട് തന്നെ വന്നു. ഇല്ലില്ല, ഇവിടെ ഡയറക്ടർ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഡയറക്ടർ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ വർക്ക് വിസയില്ല, ഇപ്പൊ അപ്രൂവ് PR അപ്രൂവ് ആയി. എന്നാലും ജോലി നമുക്ക് ആ ഫീൽഡിൽ തന്നെ കിട്ടിയല്ലോ, വലിയ കാര്യം. BYD എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. And Murg Malai Tikka? May I know the spice level? Mild, medium? Oh, spicy please. Yeah. Okay. ബ്രോ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഓക്കെ ബ്രോ. ഓക്കെ, ശരി, see you. കാണാം. ഓൾ ദി ബെസ്റ്റ്. എപ്പോഴേലും കാണാം ബ്രോ. പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. ശരി എന്നാ. ഓക്കെ. ഓക്കെ, ശരി. അതിനി കുറച്ചു കാലം കാണും സൈഡ് മാറ്റം.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തോട് ഭയങ്കര ചേർന്നിരിക്കുന്ന ഒരു വീഡിയോയും നിമിഷങ്ങളുമായിരുന്നു അത്. വേറൊന്നുമല്ല, കാനഡയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ നമ്മുടെ വീഡിയോ കൂടെ കുറേയൊക്കെ ഇൻഫർമേഷൻസ് നമുക്കും ഷെയർ ചെയ്യാൻ പറ്റി. ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഫലമായി പുള്ളി കാനഡയിൽ എത്തുകയും എത്തുന്ന അന്ന് തന്നെ നമുക്ക് പുള്ളിനെ കാണാൻ പറ്റുകയും പുള്ളിയുടെ സ്വപ്നതുല്യമായിട്ടുള്ള പുള്ളിയുടെ ഡ്രീം ജോബാണ് ഇവിടെ ട്രക്കിങ് തുടങ്ങി അല്ലെ ട്രക്കിംഗ് കമ്പനി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ പുള്ളി കാനഡയിൽ ലാൻഡ് ചെയ്ത ആ ദിവസം തന്നെ പുള്ളിനെ പരിചയപ്പെടാനും പുള്ളിയുടെ ഡ്രീമായിട്ടുള്ള ട്രക്ക് കാണിക്കാനും കയറാനും ഒക്കെ പറ്റിയത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കാലിഫോർണിയയിലെ റിപ്പണിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങളെ